സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ്, പ്രിയപ്പെട്ട ഷാൻ്റെ ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങളെ, അയൽക്കാരെ, നാട്ടുകാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, ഷാൻ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് 4ാമത്തെ തവണയാണ് ഞാനിവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ടിൽ നിന്ന് വരുന്നത്. പ്രസംഗിക്കാൻ വേണ്ടിയല്ല വരുന്നത്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ആരായിരുന്നു ഷാൻ, എന്തായിരുന്നു ഷാൻ എന്നത് ഞാനിവിടെ വിശദീകരിച്ചാൽ അതധികം പ്രസംഗമാവും. അതനുഭവിച്ച ആളുകളാണ് മണ്ണഞ്ചേരിക്കാര്, ആലപ്പുഴക്കാര്. ഷാൻ്റെ കുടുംബം, ഷാൻ്റെ അയൽവാസികൾ, അവരുടെ മുന്നിൽ ഞാൻ ഷാനെ പരിചയപ്പെടുത്തില്ല. ഞാൻ സന്തോഷത്തോടു കൂടി ഈ ഷാൻ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത്, ഷാൻ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഭരണഘടനയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശയവും ആവേശവും പകർന്നു നൽകുന്നു എന്നതാണ് ഷാൻ്റെ ഓർമ്മകൾ. അത് ആസ്വദിക്കുവാനും പങ്കുവെക്കുവാനുമാണ് ഞാനിവിടെ വരുന്നത്. ഷഹീദ് ഷാൻ ജനിച്ചത് 3 വർഷം മുമ്പായിരുന്നു. ഷഹീദ് ഷാൻ ജന്മം കൊണ്ടത് 3 വർഷം മുമ്പായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഷാൻ ജനിച്ചത് 43 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന കാട്ടാക്കട പറഞ്ഞിട്ടുണ്ടല്ലോ, മുകുന്ദൻ കാട്ടാക്കട പാടിയിട്ടുണ്ടല്ലോ, മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ, രക്തസാക്ഷി ജനിക്കുന്നത് മരണത്തിലൂടെയാണ്. രക്തസാക്ഷി ജനിക്കുന്നത് മരണത്തിലൂടെയാണ്. രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മാത്രമല്ല, ആത്മീയ പ്രത്യയശാസ്ത്രങ്ങളല്ല, ലോകത്തെ എല്ലാ ചിന്താഗതിക്കാരും ആശയ സംവിധാനങ്ങളും രക്തസാക്ഷിയെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷി മരിക്കുന്നില്ല. രക്തസാക്ഷി മരിച്ചതായി നിങ്ങൾ വിചാരിക്കരുത്. രക്തസാക്ഷി മരിക്കുന്നതോടുകൂടിയാണ് ജനിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ ഒരുപാട് ആവേശം നൽകുന്നതാണ്. പക്ഷെ എനിക്കിവിടെ വിശദീകരിക്കാൻ അവസരമില്ല. ഷാന്റെ വിശ്വാസ പ്രമാണം ഷാനോട് പറഞ്ഞിരിക്കുന്നത്, ഷാൻ അനുധാവനം ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാ ജനവിഭാഗവും, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദുക്കളായ ആളുകളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിത പ്രമാണങ്ങൾ, മതപ്രമാണങ്ങൾ അനുസരിച്ച് അനുഷ്ഠിക്കുവാനും ജീവിക്കുവാനും അവകാശമുണ്ട്. ഷാന്റെ ജീവിത പ്രമാണം അവരോട് പറയുന്നത്, ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ആ ഗ്രന്ഥത്തിലെ വാചകങ്ങൾ തന്നെ മരിച്ച ആളുകള്, രക്തസാക്ഷികളായ ആളുകള്, അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവര് എന്ന് പറയരുത്. അല്ല,
വിചാരിക്കരുത്, ചിന്തിക്കരുത്. നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കരുത്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ദൈവം അവരെ ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറവകളെ, പച്ചപ്പറവകളെ പോലെ ആകാശത്ത് പറന്നു നടക്കുന്നവരാണ്. ഇനിയും എന്റെ സഹജീവികൾക്ക് വേണ്ടി പടപരുതി മരിക്കുവാൻ അത്യുൽക്കടമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് രക്തസാക്ഷി. രക്തസാക്ഷിത്വത്തെക്കാളും വലിയ ഒരു ബഹുമതി ജീവിതത്തിൽ ആർജിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങള് അസൂയപ്പെടാറില്ല. ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളിൽ അത് ആർജിച്ച ആളുകൾ അങ്ങനെയാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകള്, അത് സ്വായത്തമാക്കിയ ആളുകളെ കുറിച്ച് അസൂയപ്പെടും. അതവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് അങ്ങനെയുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഷാൻ സംബന്ധിച്ചിടത്തോളം ഷാൻ മരിക്കുന്നത് വരെ ജീവിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത. മരിക്കുന്നത് വരെ ജീവിച്ചിരുന്നു. കാരണം എന്താ? ഷാൻ നിർഭയനായിരുന്നു. ഈ പാർട്ടി ഈ രാജ്യത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി 16 വർഷങ്ങൾ, അല്ലെങ്കിൽ ഇത് നിലനിർത്തുന്നതിന് വേണ്ടി 16 വർഷങ്ങൾക്ക് രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അത് ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം ഉണ്ടാവും. മുദ്രാവാക്യം വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം എന്നാണ്. വിശപ്പിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുമ്പോ, ഭയത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുമ്പോ മാത്രമാണ് പൗരന്മാർക്ക് പൗരന്റെ പൗരധർമ്മം നിർവഹിക്കുവാൻ സാധിക്കുക. ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ ഗാന്ധിജിയെ കൊന്ന ഭീകര പ്രസ്ഥാനം, ബാബരി മസ്ജിദ് തകർത്ത ഭീകര പ്രസ്ഥാനം ഇന്ന് രാജ്യത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ നിർഭയത്വമാണ് ഈ സമൂഹത്തിന് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം. നിർഭയത്വം. ആ നിർഭയത്വത്തിന്റെ പ്രതീകമായിരുന്നു ഷാൻ. അതുകൊണ്ടാണ് ഷാന് മരിക്കുന്നത് വരെ നിർഭയനായി ജീവിക്കാൻ പറ്റും. ഷാന്റെ മരണത്തെക്കുറിച്ച് ഷാന്റെ സഹപ്രവർത്തകര് അന്ന് പറഞ്ഞത് വലിയ വിവാദമാണ് ആയിട്ടുണ്ടാവും. വിവാദമായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഷാൻ ആലപ്പുഴയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ഷാന്റെ ശരീരവുമായി കടന്നു വരുമ്പോ അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുകയായിരുന്നു, അവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുകയായിരുന്നു, വിലാപയാത്ര എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഞങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും ജനറൽ സെക്രട്ടറിയായ PK ഉസ്മാൻ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കരുത്, ഇത് വിലാപയാത്രയല്ല, ഇത് ഞങ്ങളുടെ പ്രയാസത്തിന്റെ യാത്രയല്ല, ഇത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടിയതിന്റെ ആഹ്ലാദത്തിന്റെ യാത്രയാണ്. ഇത് ഭയപ്പെടുത്തി ആരെ? ഭയത്തിന്റെ ആളുകളെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് ഉന്നത നേതാക്കന്മാർ, ഞാൻ പേര് പറയുന്നില്ല, 2, 3, 4 നേതാക്കന്മാർ ഒരുമിച്ച് പറഞ്ഞു. അവർ ഭയപ്പെട്ടു ഈ പ്രഖ്യാപനത്തെ. അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ, മരിക്കാൻ സന്നദ്ധത ഉണ്ടാവണം. ജീവിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് മാത്രമേ ജീവിക്കാൻ അവകാശം ഉണ്ടാവുള്ളൂ. അതായിരുന്നു ഷാൻ. അതായിരുന്നു നമുക്ക് ഷാൻ കാണിച്ചു തന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരായിരുന്നു ഷാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നാട്ടുകാർക്ക് അറിയാം, കുടുംബക്കാർക്ക് അറിയാം, അയൽവക്കക്കാർക്ക് അറിയാം. ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സഭ അതിനെ വിശേഷിപ്പിച്ച ഒരു വരി ഉണ്ടായിരുന്നു. ആ വരി, ഒരു പ്രയോഗം, ഷാൻ എല്ലാവർക്കും എല്ലാമായിരുന്നു. ഷാൻ എല്ലാവർക്കും എല്ലാമായിരുന്നു. എല്ലാവർക്കും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, സന്താനങ്ങൾക്ക്, അയൽവക്കക്കാർക്ക്, സഹപ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക്, താഴെയുള്ള ആളുകൾക്ക്, മേലെയുള്ള ആളുകൾക്ക് എന്നല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും. പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹം ഇടപെടുന്ന എല്ലാ ആളുകളെയും നെഞ്ചിൽ ഒരടയാളം വെക്കുമായിരുന്നു ഷാൻ. ആ അടയാളമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഷാൻ അവശേഷിപ്പിച്ചു പോയ നന്മകളുണ്ടല്ലോ, എല്ലാ നന്മകളെയും കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നന്മയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിർഭയരായി, ധീരരായി ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ട രംഗത്ത് അടിയുറച്ചു നിൽക്കുക. ഷാൻ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അത്യുച്ചത്തിൽ നമ്മൾ ഉയർത്തുക. ജയ് ഹിന്ദ്, ജയ് SDP.